ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കയറിപ്പോവുകയാണ് ഗൈസ്. അതായത് ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കല്ലമ്മക്കായി ഇന്നലെ നിറച്ച് വെച്ചതിൽ നിന്ന് കുറച്ച് അങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 3 കഷ്ണം പുട്ടുണ്ടാക്കാമെന്ന്. മൂത്ത മോൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് അത് ജീവനാണ് ഗൈസ്. ബിരിയാണിയും പുട്ടും അവളെ മുന്നിൽ കൊണ്ട് വെച്ചാൽ അവൾ പുട്ടാന്ന് കഴിക്കുക കേട്ടോ. അതൊക്കെ ഒരു സംഭവമാണ്. അങ്ങനെ തേങ്ങക്ക് നോക്കിയാലോ വാങ്ങി വെച്ചിട്ടുള്ള തേങ്ങയ്ക്ക് കഴിഞ്ഞ് അങ്ങനെ ഞാൻ നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഉണ്ടാവില്ല, അവിടെ ഇഷ്ടം പോലെ തൈയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ കുറേ തൈമലൊന്നും തേങ്ങയില്ല. ഉള്ള തൈമല തേങ്ങ പറിക്കാനും ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് കൊക്കയെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പറിക്കലും ചെയ്യണം. എന്നാലും ഉമ്മ പരത്തിപ്പിടിച്ച് ഒരു തേങ്ങ കൊണ്ടു തന്ന്. അപ്പം ഞാനത് ഉരിക്കാൻ വേണ്ടിയിട്ട് മേലെ കയറിയതാണ്. മേലിൽ നിന്നാണ് ഇവർ തേങ്ങയിൽ ഉരിക്കാറ്. പിന്നെ പാരക്ക അവിടെ ഉള്ളത്. അങ്ങനെ ഇതാ ഞാനിവിടെ തേങ്ങ ഉരിക്കുന്നു. ചില സമയം ഇവരെന്നെ ഉരിച്ചിട്ട് കൊണ്ടുത്തരും. പിന്നെ അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞ് മേലെ പോയിട്ട് ഉരിച്ചിട്ട് എടുത്തോന്ന് പറഞ്ഞു. അല്ലാ, എൻ്റെ തേങ്ങൊരിക്കൽ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലാ പൊട്ടത്തേക്ക് തേങ്ങൊരിക്കാനൊന്നും അറിയില്ലെന്ന്. തേങ്ങ ഉരിക്കാനറിയാം, പക്ഷെ ഇത് ഭയങ്കര കൊട്ടത്തേങ്ങയായിട്ടാന്ന് തോന്നുന്നു. അതുമല്ല എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ മേലെ കയറിയ സ്ഥിതിക്ക് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് പുറത്തുള്ള വ്യൂ ഒക്കെ കണ്ട നല്ല രസമാണ്. ഫുള്ളും മറ്റെന്താ പറയുക തെയ്യും അതേപോലെ തന്നെ ചക്കൻ്റെതും ചക്ക ഉണ്ട് അവിടെ. ഞാൻ ചക്കൻ്റെ വീഡിയോ ഇട്ടണല്ല. എന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഇരിക്കും 2-3 പേരൊക്കെ ചക്കല വാങ്ങിയിട്ട് കൊണ്ടുപോയി. പിന്നെ വേറെ എന്താ, ഇനി തേങ്ങ ഉടക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ താലേക്ക് പോവുകയാണ് ഗൈസ്. താലേക്ക് പോവുകയാണ്. ഉടക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ചില സമയം പേടി തന്നെയാണ്. ചില സമയം ഞാൻ പിന്നെ നിലത്ത് വെച്ചിട്ട് ഉടക്കുക ചെയ്യുക. ഇവിടുന്ന് പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞ അക്ക് തേങ്ങ ഉടച്ചു തരുമെന്ന് ചോദിച്ചാൽ അനിയത്തെ ഉടച്ചാന്ന് ഗൈസ്. അല്ലെങ്കിൽ ഉമ്മ എന്നെ ഉടച്ചിട്ട് തരും. അങ്ങനെ ഇതാ ഉടച്ച തേങ്ങ എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം മലപ്പുറത്തെ ഏതോ ഒരു ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, അവരെ വീഡിയോസ് ഇങ്ങനെ വൈറലായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം അല്ല, 2-3 ദിവസം മുമ്പ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുടുംബ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുടുംബമാകുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളമ്പിയാൽ അതിട്ട് വാരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നവർ അത് വലിച്ച് നീട്ടിയിട്ട് അങ്ങ് കൊണ്ടുപോയി. ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു അവസ്ഥ തന്നെ അറിയാലോ, വലിച്ച് നീട്ടി കൊണ്ടുപോയി എഴുതുന്നു സോഷ്യൽ മീഡിയയിൽ. പിന്നെ തെറ്റ് ഉണ്ടാവും, എന്നാലും അതിനെ ഒരുപാട് വലിച്ചു നീട്ടാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളൊക്കെ അവിടെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അത് യൂട്യൂബിൽ വന്നിട്ട് ഇടുക, അത് ഇട്ട് ആൾക്കാർ വാരുക, അതൊക്കെ ഒരു മോശം പരിപാടിയാണ്. പിന്നെ കുറച്ച് വ്യൂസിന് ലൈക്കിന് വേണ്ടിയിട്ട് എന്തിനാണ് അവരവരുടെ കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നത്? മറച്ച് വെക്കേണ്ടത് മറച്ച് വെക്കന്നെ ചെയ്യണം. അത് ഇസ്ലാമിലും കൂടി പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എല്ലാം പബ്ലിക്കാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതാ എൻ്റെ പുട്ടുണ്ടാക്കലും പരിപാടി കഴിഞ്ഞ കേട്ടാ. അപ്പോൾ കറി ഞാൻ കടൽക്കറിയാണ് ഉണ്ടാക്കുന്നത്. പുട്ടിന് മേടിച്ച് കടൽക്കറി തന്നെയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ കൈയോടെ തന്നെ ക്ലീനാക്കി എടുക്കുന്നത്. പുട്ടുണ്ടുമ്പോൾ അവിടെയൊക്കെ ഉണ്ടായാലും വേറിയതൊക്കെ ഉണ്ടാകും. അത് കൈയോടെ തന്നെ ക്ലീനാക്കണം. അവിടെ വെക്കുന്ന ഒരു പരിപാടിയില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്ലീനിങ് ഈസിയായി വലിയൊരു പണിയായിട്ട് തോന്നില്ല. അല്ലാതെ അതവിടെ വെച്ചിട്ട് വേറൊരു പണിയെടുക്കാൻ പോയാൽ പിന്നീട് ഇത് കാണുമ്പോൾ നമുക്കൊരു മുഷിപ്പ് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിട്ടാൽ അത് വാരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. വലിയ പ്രശ്നങ്ങളാക്കി വെക്കും. കേൾക്കുന്ന ജനങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയില്ല. അവരിത് വലിച്ച് നീട്ടിയിട്ട് ആനക്കരിയായിട്ട് കൊണ്ടുപോകും അല്ലേ. അവൾ അങ്ങനെയാണോ ഇവരിങ്ങനെയാണോ എന്നൊക്കെയാണ് ചർച്ച വിഷയം ഉണ്ടാക്കുക. അവരവരുടെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ആരാൻ്റെ കാര്യങ്ങൾ അറിയാനാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇടുന്നത്?
വീഡിയോസ് ഓടണമെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കുടുംബ പ്രശ്നമൊന്നും ഒരിക്കലും യൂട്യൂബിൽ വന്നിട്ട് ഇടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവരെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കാണുന്ന ആൾക്കാരൊന്നുമല്ല, ഞാൻ കാണുന്ന ഒരാളല്ല. അപ്പം പിന്നെ എനിക്ക് അവരെ സ്ഥിതി അങ്ങനെയാണെന്നൊന്നും അറിയില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരത് കണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ അവരെ വീഡിയോസിൽ അവർ എന്തോ കുടുംബ പ്രശ്നം പറയുന്നുണ്ട്, പക്ഷെ ആ വീഡിയോസൊക്കെ പിന്നെ ഡിലീറ്റ് ആക്കിയിട്ട് കണ്ട്. അതാണ് ഞാൻ പറയുന്നത്. പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആൾക്കാരൊക്കെ അറിഞ്ഞ ശേഷം ഡിലീറ്റ് ആക്കിയിട്ട് അതിനെ കൂടെ ഒരു കാര്യമില്ല. അതിനെക്കാട്ടി നല്ലതൊന്നും പറയാതിരിക്കുന്നതാണ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ അവിടെ പറ്റി പിടിച്ചിട്ട് ക്ലീനിങ് ഒരു വലിയൊരു പണിയാവും അല്ലേ. കൈയോടെ ചെയ്താൽ നമുക്കും ഒരു ആശ്വാസമാണ്. അവരും അവിടെ നല്ല വൃത്തിക്ക് അവിടെ കിടക്കുക അല്ലേ. അല്ലാതെ അതിനിടക്ക് മറ്റുള്ള കഥകൾ പറയാൻ പോയി, ഫോണ് നോക്കാനിരുന്നാൽ തന്നെ സമയം പോകുന്നത് മനസ്സിലാവൂലേ അല്ലേ. എല്ലാ മൈൻഡും നമ്മളത് നഷ്ടപ്പെട്ടു പോകും. അതിനെക്കാട്ടി നല്ലത് അവരുടെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കുക, എന്നിട്ട് ഫോൺ നോക്കാനിരിക്കുക. പ്രത്യേകിച്ചിട്ടും ഈ പാത്രങ്ങൾ ഒരിക്കലും കൂട്ടിയിടാൻ പറ്റൂല. അപ്പാടപ്പാടെ തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പാത്രങ്ങൾ ഇങ്ങനെ നിരന്ന് കിടന്നാൽ തന്നെയാണ് അടുക്കള കാണാൻ ഒരു വൃത്തി ഇല്ലാണ്ടിരിക്കുക. കഴിഞ്ഞതും പാത്രങ്ങൾ എടുക്കുന്നത് കുറക്കുക. ഇനി എടുത്ത പാത്രങ്ങളാണെങ്കിൽ വേഗം കൈവെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എന്താ പറയുക, ക്ലീനാക്കിയിടേണ്ടത് വീട്ടിലുള്ളവരുടെ പിന്നെ ഉത്തരവാദിത്തം തന്നെ ആണല്ലോ. അതേപോലെ തന്നെ കഴുകിയിട്ട പാത്രങ്ങളൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ അതാത് സ്ഥാനത്ത് പെട്ടെന്ന് തന്നെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലേ. എല്ലാം കഴുകി അവിടെ വെച്ചാൽ പിന്നെ വീണ്ടും വൃത്തിയോടെ ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു വൃത്തിയൊക്കെ കിച്ചണിൽ കിട്ടണമെങ്കിൽ പെട്ടെന്ന് പാത്രങ്ങൾ ഒഴിവാക്കണം. പാത്രങ്ങൾ തന്നെയാണ് വൃത്തിയായിട്ടാവുക, പക്ഷേ നമ്മളെ പണി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് നോക്കുക.